നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിസന്ധി അതിജീവിക്കാൻ 50 കോടി ദിർഹത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ച ദുബായ്. ഉപഭോക്താക്കൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി ദുബായ് RTA. ഷാർജയിൽ നടക്കുന്ന രാജ്യാന്തര പുസ്തകമേള സന്ദർശനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. UAEയിൽ നിന്ന് 1359 പേർക്ക് കൂടി കോവിഡ്, 2 മരണം. കേരളത്തിൽ നിന്ന് 6843 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു, 26 മരണം. വിശദമായ വാർത്തകളിലേക്ക്. COVID-19 പ്രതിസന്ധി അതിജീവിക്കാൻ 50 കോടി ദിർഹത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ച ദുബായ് ഭരണകൂടം. കോവിഡ് തകർത്ത സാമ്പത്തികാവസ്ഥയും വിപണിയിലെ മാന്ദ്യവും പരിഹരിക്കുന്നതിനായിട്ടാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂമാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. നേരത്തെ സമാന രീതിയിൽ 3 പാക്കേജുകൾ ദുബായ് പ്രഖ്യാപിച്ചിരുന്നു. സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കാനായി ഇതോടെ 680 കോടി ദിർഹത്തിന്റെ പദ്ധതികളാണ് ദുബായ്ക്ക് ലഭിക്കുക. കഴിഞ്ഞ മാർച്ച് 12-ന് 1.5 ബില്യൺ ദിർഹത്തിന്റെയും മാർച്ച് 29-ന് 3.3 ബില്യൺ ദിർഹത്തിന്റെയും ജൂലൈ 11-ന് 1.1 ബില്യണിന്റെയും സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ 4ാമത്തെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിപണികൾ അടയ്ക്കുന്നതുൾപ്പെടെയുള്ള പ്രാദേശികമായ വെല്ലുവിളികളെ മറികടന്ന് സാമ്പത്തിക വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ് സാമ്പത്തിക പാക്കേജിന്റെ ലക്ഷ്യമെന്ന് ഷെയ്ഖ് ഹംദാൻ അഭിപ്രായപ്പെട്ടു. അബുദാബി 24/7. ഉപഭോക്താക്കൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 11ാമത് പൊതുഗതാഗത ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഉപഭോക്താക്കൾക്ക് നോൾ കാർഡിലൂടെ ഒട്ടേറെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും RTA ഒരുക്കിയിരിക്കുന്നത്. ആഘോഷ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഫണ്ട് ഫോർ ദി വെർച്വൽ ട്രഷർ മത്സരത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. നവംബർ 1 വരെ നടക്കുന്ന വെബ്സൈറ്റിലൂടെയുള്ള വെർച്വൽ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് യാത്രക്കാർക്ക് 20 ലക്ഷം നോൽ പ്ലസ് പോയിന്റുകൾ നേടാനാകും. ഓൺലൈൻ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ വിവിധ പൊതുവാഹനങ്ങളിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. 1ാം സ്ഥാനത്തെത്തുന്നയാൾക്ക് 10 ലക്ഷം നോൽ പ്ലസ് പോയിന്റുകൾ സ്വന്തമാക്കാം. 2, 3, 4 സ്ഥാനക്കാർക്ക് യഥാക്രമം 5, 2.5, 1 ലക്ഷം പോയിന്റുകളും ബാക്കി 3 പേർക്ക് 1/2 ലക്ഷം പോയിന്റും വീതം നേടാം. നോൾ പ്ലസ് പോയിന്റുകൾ കൂടാതെ വോക്സ് സിനിമാസ് പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ക്വിസ് മത്സരത്തിലൂടെ 100 സിനിമാ ടിക്കറ്റുകൾ സമ്മാനിക്കും. അംഗീകരിച്ച 11,000 ഔട്ട്ലെറ്റുകളിൽ നിന്നും ഷോപ്പിംഗ് നടത്തുവാനും ദുബായ് പബ്ലിക് പാർക്ക്, എത്തിഹാദ് മ്യൂസിയം എന്നിവിടങ്ങളിൽ നോൾ കാർഡ് പോയിന്റുകൾ ഉപയോഗിച്ച് പ്രവേശിക്കാനും സാധ്യമാക്കും. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പൊതുഗതാഗത സംവിധാനം കൂടുതലായി ഉപയോഗിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അബുദാബി 24/7. സുനാമി നേരിടുന്നതിനുള്ള അന്താരാഷ്ട്ര പരിശീലന പരിപാടിയിൽ UAE രാജ്യം പങ്കുചേർന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സന്നാഹ അഭ്യാസം നടത്തിയത്. സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിനുള്ള പരിശീലന പദ്ധതിയാണ് നടന്നത്. ദുരന്തമുണ്ടായാൽ എമിറേറ്റിലെ വിവിധ ഏജൻസികൾ എങ്ങനെ പ്രതികരിക്കുമെന്നും മേഖലയിലെ രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ ഏകോപനം ഒരുക്കുമെന്നും പരിശീലന പരിപാടിയിലൂടെ അവലോകനം നടത്തി. നാഷണൽ സെന്റർ ഓഫ് മെട്രോളജിയാണ് UAE പ്രതിനിധീകരിച്ചത്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും പരിപാടിയിൽ പങ്കുചേർന്നു. സുനാമി മുന്നറിയിപ്പ് ലഭിച്ചാൽ രാജ്യത്തെ ഏജൻസികൾക്കുള്ള പ്രായോഗിക പ്രതികരണ ശേഷിയും വെല്ലുവിളികളും കണ്ടെത്തുന്നതിന് അവസരമൊരുക്കിയതായി മെട്രോളജി വിഭാഗം ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള അൽ മന്ദൂസ് അറിയിച്ചു. 2004-ൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന സുനാമി ദുരന്തമാണ് ഇത്തരമൊരു അഭ്യസനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ കളമൊരുക്കിയത്. അന്ന് 14 രാജ്യങ്ങളിലായി 2,25,000 പേർക്കാണ് ജീവഹാനി ഉണ്ടായത്. സമുദ്രത്തിലെ ഇന്ത്യയുടെ സ്ഥാനം UAEക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും കിഴക്കൻ കടലോര മേഖലകൾ സുനാമിക്ക് സാധ്യതയുള്ള ഇടമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സുനാമി തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുക, ഓരോ രാജ്യത്തിന്റെയും പ്രതികരണശേഷി വിലയിരുത്തുക, സുനാമി മുന്നറിയിപ്പും പ്രതികരണ ശൃംഖലയും പരീക്ഷിക്കുന്നതിനുള്ള വ്യായാമം നടത്തുക വഴി മേഖലയിൽ ഉടനീളം ഏകോപനം മെച്ചപ്പെടുത്തുക എന്നിവയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉടനീളമുള്ള ഈ അഭ്യസനത്തിന്റെ ലക്ഷ്യം. അബുദാബി 24/7. UAEയിൽ നിന്ന് 1359 പേർക്ക് കൂടി COVID-19 രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 2037 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടിയതായും മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ രാജ്യത്ത് COVID-19 തുടർന്ന് ആകെ 477 പേരാണ് മരിച്ചത്. ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കണമെന്നും എല്ലാവരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി സാമൂഹിക അകലം പാലിക്കുന്ന പ്രോട്ടോക്കോളുകളും പ്രതിരോധ നടപടികളും പാലിക്കണമെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു.
അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന കൊയ്ത്തുത്സവം ഗ്ലോറിയ 2020 എന്ന പേരിൽ ഈ വർഷം സംഘടിപ്പിക്കും. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് കൊയ്ത്തുത്സവം നടക്കുക. ആദ്യഫല സമർപ്പണവും കൃതജ്ഞതാ സ്തോത്രാർപ്പണവും എന്ന ആശയം അടിസ്ഥാനമാക്കി ക്രമീകരിച്ചിരിക്കുന്ന ഗ്ലോറിയ 2020 വിവിധ പരിപാടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡിസംബർ 25 വരെയാണ് നീണ്ടുനിൽക്കുക. യുഎയിലെ പ്രമുഖ സംരംഭകനും ലുലു എക്സൈസ് മാനേജിംഗ് ഡയറക്ടറുമായ അദീബ് അഹമ്മദ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിർവഹിക്കും. അഭിവന്ദ്യ മെത്രാപ്പൊലിത്തമാർ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ശശി തരൂർ MP, വീണ ജോർജ് MLA, ഫാദർ ഡേവിസ് ചിറമേൽ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ വിവിധ പരിപാടികളിലായി പങ്കെടുക്കും. ലോകം അതിന്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ നാളുകളിൽ സർവ്വലോകത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് അധിവസിക്കുന്ന ഈ ദേശത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ കൊയ്ത്തുത്സവം നടത്തുവാൻ സാധിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് കാണുന്നത് എന്ന് ഇടവക വികാരി ഫാദർ ബെന്നി മാത്യു പറഞ്ഞു. ആദ്യഫല പെരുന്നാൾ ഈ വർഷം COVID-19 പശ്ചാത്തലത്തിൽ പ്രയർ ആൻഡ് താങ്ക്സ് ഗിവിംഗ് സെക്ഷനായി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹീലിംഗ് ഫോർ ദ വേൾഡ് ആൻഡ് ബ്ലെസ്സിംഗ് ടു UAE എന്ന ആപ്തവാക്യത്തിൽ നിന്നുകൊണ്ട് ഗ്ലോറിയ 2020 എന്ന ഓൺലൈൻ പ്രാർത്ഥനാ യജ്ഞമാണ് ഈ വരും ദിവസങ്ങളിൽ നടത്തുന്നത്. ഇടവക കത്തീഡ്രൽ ട്രസ്റ്റി നൈനാൻ തോമസ് പണിക്ക്, സെക്രട്ടറി ജോൺസൺ കാട്ടൂർ, ജോയിന്റ് ട്രസ്റ്റി സജി തോമസ്, ജോയിന്റ് സെക്രട്ടറി ജോബി ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് ഗ്ലോറിയ 2020 നേതൃത്വം നൽകുന്നത്. അബുദാബി 24/7. നബിദിനം പ്രമാണിച്ച UAയിലെ സ്വകാര്യ മേഖലയ്ക്കും ഈ മാസം 29 അവധി പ്രഖ്യാപിച്ചു. മനുഷ്യവിഭവ സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിച്ചത്. പൊതുമേഖലയ്ക്ക് കഴിഞ്ഞ ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ശനിയാഴ്ച അവധിയുള്ളവർക്ക് തുടർച്ചയായ 3 ദിവസത്തെ നീണ്ട വാരാന്ത്യ അവധി ദിനങ്ങളാണ് ലഭിക്കുന്നത്. ഷാർജയിൽ നടക്കുന്ന 39ാമത് രാജ്യാന്തര പുസ്തകമേള സന്ദർശനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ സന്ദർശകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി registration.sibf.com രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ. ഇന്ത്യയുൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്ന് 1024 പ്രസാധകർ പങ്കെടുക്കും. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ 60 വ്യക്തിത്വങ്ങൾ ഓൺലൈനിലൂടെ വായനക്കാരോട് സംവദിക്കും. 80,000 പുതിയ പുസ്തകങ്ങൾ മേളയിലേക്ക് എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാന 10 വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൽ ജമീഷ് ചേരുന്നു. സ്വാഗതം. ഇന്നത്തെ 10 പ്രധാനപ്പെട്ട കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 6,843 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,649 പേർ രോഗമുക്തി നേടി. 26 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 5,694 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ പിടിച്ചു നിർത്തുന്നതിനായി അണുബാധ നിയന്ത്രണം ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അർബുദ ഡയാലിസിസ് ചികിത്സാ കേന്ദ്രങ്ങളിൽ അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാണ് നിർദ്ദേശം. ഇത്തരം രോഗികളിൽ കോവിഡ് മരണനിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. അതിനിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ടായത് വീഴ്ചയാണെന്ന് പറയാനാകില്ല എന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. അന്വേഷണത്തിന്റെ ഭാഗമായാണ് നഴ്സിംഗ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ബോധപൂർവമായി ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ പണമിടപാടുകളെക്കുറിച്ച് അറിയില്ലെന്ന് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ വാദം പൊളിയുന്നു. ശിവശങ്കറും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് പുറത്തുവന്നു. സ്വപ്ന സുരേഷ് അറസ്റ്റിലായ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ ശിവശങ്കർ വേണുഗോപാലിനോട് നിർദ്ദേശിക്കുന്നത് ചാറ്റിൽ വ്യക്തമാണ്. 2019 ഫെബ്രുവരി 8 നടത്തിയ ചാറ്റിൽ ശിവശങ്കർ വേണുഗോപാലിനോട് പറയുന്നത് സ്വപ്നയുടെ പണമിടപാടുകൾ സംബന്ധിച്ച കാര്യം തന്നെയാണ്. 2019 മുതൽ 2020 ഓഗസ്റ്റ് 10 വരെയുള്ള ചാറ്റുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപിന്റെ രഹസ്യമൊഴി കസ്റ്റംസിന് നൽകാനാകില്ലെന്ന് NIA. മൊഴിപ്പകർപ്പ് നൽകിയാൽ ചോരാൻ സാധ്യതയുണ്ടെന്ന് NIA കോടതിയെ അറിയിച്ചു. NIAയുടെ എതിർപ്പിനെ തുടർന്ന് കസ്റ്റംസിന്റെ അപേക്ഷ കോടതി തള്ളി. അതേസമയം പ്രശ്നപരിഹാരത്തിനായി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഇടപെട്ടിട്ടുണ്ട്. വാളയാർ പെൺകുട്ടികളുടെ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കുട്ടികളെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചുവെന്ന് കുട്ടികളുടെ രണ്ടാനച്ഛൻ വെളിപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ സോജൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് കുറ്റം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചത്. കുറ്റം ഏറ്റെടുത്താൽ പിന്നീട് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്തെന്നും കുട്ടികളുടെ രണ്ടാനച്ഛൻ പറഞ്ഞു. അതിനിടെ വാളയാർ പെൺകുട്ടികൾക്ക് നീതി തേടി കുട്ടികളുടെ അമ്മയുടെ സമരവും ആരംഭിച്ചു. മരിച്ച കുട്ടികൾ കളിച്ചു വളർന്ന അതേ വീട്ടുമുറ്റത്താണ് അമ്മ സമരം നടത്തുന്നത്. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിങ്കളാഴ്ച സമരവേദിയിൽ സന്ദർശനം നടത്തും. അതേസമയം വാളയാർ കേസിലെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും ഇപ്പോൾ എന്തിനാണ് പെൺകുട്ടികളുടെ അമ്മയുടെ സമരമെന്ന് മനസ്സിലാകുന്നില്ല എന്നും മന്ത്രി AK ബാലൻ
ആരെങ്കിലും കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്ന് അറിയില്ല എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഈ വർഷം ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വർധനവ്. 158 കുട്ടികളാണ് ലോക്ക്ഡൌൺ കാലത്ത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. സംസ്ഥാനത്ത് ആകെ ആത്മഹത്യ ചെയ്തതിൽ പെൺകുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. 90 പെൺകുട്ടികളാണ് കഴിഞ്ഞ ജനുവരി 1 മുതൽ ജൂലൈ 31 വരെയുള്ള സമയങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്ത കുട്ടികളിൽ ഭൂരിഭാഗവും 15 മുതൽ 18 വയസ്സ് വരെ പ്രായപരിധിയിൽപ്പെട്ടവരാണ്. ഈ പ്രായത്തിലുള്ള 108 കുട്ടികളാണ് ലോക്ക്ഡൌൺ കാലത്ത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. ലൈഫ് മിഷൻ 2 ലക്ഷം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപന ചടങ്ങിന് സർക്കാർ ചെലവിട്ടത് ലക്ഷങ്ങൾ. 33,21,223 രൂപയാണ് ചടങ്ങ് സംഘടിപ്പിക്കാൻ ചെലവിട്ടത്. ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഫെബ്രുവരി 29-ന് പുത്തരിക്കണ്ടം മൈതാനത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്റ്റേജിനും ഡെക്കറേഷനും പരസ്യത്തിനും വേണ്ടിയാണ് ഇത്രയും തുക ചിലവഴിച്ചത്. ആ സമയത്തും സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു സംസ്ഥാനം. ഇത് വകവയ്ക്കാതെയാണ് ലക്ഷങ്ങൾ മുടക്കി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അഴിമതിയും നികുതി വെട്ടിപ്പും അവിഹിത സ്വത്ത് സമ്പാദനവും നടത്തിയെന്നാരോപിച്ച് KM ഷാജി MLA-ക്കെതിരെ LDF പ്രതിഷേധം. ഒക്ടോബർ 30-ന് കണ്ണൂർ ജില്ലയിലെ 180 കേന്ദ്രങ്ങളിലാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. കള്ളപ്പണ ഇടപാടിന്റെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെയും ഒരിക്കലും അനുകരിക്കാൻ പാടില്ലാത്ത ഉദാഹരണമായി KM ഷാജി മാറിയിരിക്കുകയാണ് എന്ന് DYFI നേതാവ് റഹീം ആരോപിച്ചു. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായി അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്ന് ആസ്തിയുടെ അസാധാരണ വളർച്ച വ്യക്തമാണെന്ന് റഹീം പറഞ്ഞു. ഈ സമ്പത്തിന്റെ സ്രോതസ് ഏതാണെന്ന് ഷാജി വെളിപ്പെടുത്തണമെന്നും റഹീം ആവശ്യപ്പെട്ടു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ദയാഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. കൊല്ലപ്പെട്ട യമൻ സ്വദേശിയുടെ കുടുംബവുമായി ഉദ്യോഗസ്ഥർ ഉടൻ ചർച്ചകൾ തുടങ്ങും. യമൻ സ്വദേശിയുടെ കുടുംബവുമായി ചർച്ച നടത്തി കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമം. എംബസി ഉദ്യോഗസ്ഥരുടെ നീക്കം ആശ്വാസകരമായ നടപടിയാണെന്നായിരുന്നു നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പ്രതികരണം. യമൻ പൗരനായ തലാൽ അബ്ദുമഹദിയെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നതാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ്. സംവരണ അട്ടിമറിക്കെതിരെ പിന്നോക്ക സമുദായങ്ങളുമായി യോജിച്ച പ്രക്ഷോഭത്തിന് മുസ്ലിം സംഘടനകളുടെ തീരുമാനം. സാമ്പത്തിക സംവരണത്തിനെതിരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസുകൾ നൽകും. അശാസ്ത്രീയമായ മുന്നോക്ക സംവരണം പുനഃപരിശോധിക്കണമെന്നും മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. പിന്നോക്ക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കുന്നതാണ് ഇപ്പോൾ നടപ്പാക്കിയ മുന്നോക്ക സംവരണമെന്ന് മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗം വിലയിരുത്തി. മുന്നോക്ക സംവരണം കേരളത്തിൽ നടപ്പാക്കിയത് അശാസ്ത്രീയമായാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുന്നോക്ക സംവരണം നടപ്പാക്കിയ രീതി സംവരണ സമുദായങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കുന്നതിലൂടെ സാംസ്കാരിക അധപതനത്തിനും മൂല്യച്യുതിക്കും കാരണമാകും. അതിനു പുറമെ പെൺകുട്ടികളുടെ ശാരീരിക മാനസിക ആവശ്യങ്ങളുടെ നിരാകരണവും മൗലികാവകാശങ്ങളുടെ ലംഘനവും കൂടിയാണ് അതെന്നും സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കി. കണ്ണൂരിൽ SDPI പ്രവർത്തകൻ സലാഹുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 4 RSS പ്രവർത്തകർ കൂടി പിടിയിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 സാങ്കേതിക സർവകലാശാല ബിടെക് പരീക്ഷയിൽ കോപ്പിയടി കണ്ടെത്തിയ കോളേജുകളുടെ പ്രിൻസിപ്പൽമാരെ വിളിച്ചു വരുത്തും. പ്രിൻസിപ്പൽമാരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പരാതി പോലീസിന് കൈമാറും. BJP തിരുവനന്തപുരം മുൻ മീഡിയ കൺവീനർ വലിയശാല പ്രവീൺ പാർട്ടി വിട്ടു. BJP നേതൃത്വം ചുമതല നൽകാതെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജി. സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ നാളെ മുതൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിച്ചു തുടങ്ങും. ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ചെല്ലങ്കാവ് മദ്യദുരന്തത്തിൽ അനാഥരായ കുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി AK ബാലൻ. ഊരിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ അവയവ കച്ചവട മാഫിയ സംഘത്തിലെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നത് ആശുപത്രികൾ കേന്ദ്രീകരിച്ചെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ആശുപത്രിയുടെ അറിവോടെയാണോ ഏജന്റുമാരുടെ പ്രവർത്തനമെന്ന് അന്വേഷിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കേരള വാർത്തകൾ. മിഡിൽ ഈസ്റ്റിലെ ഇന്നത്തെ ഏറ്റവും പ്രധാന 10 വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അനിൽ സി ഇടുക്കുള ചേരുന്നു. സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. സൗദിയിൽ സന്ദർശക വിസ ഉള്ളവർക്ക് ദുബായ് പോലെയുള്ള നഗരങ്ങൾ ഇടത്താവളമാക്കി സൗദിയിലേക്ക് വരുന്നതിന് സാധ്യമാകുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുബായിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം മലയാളി കുടുംബം സൗദിയിൽ എത്തിച്ചേർന്നതായും മാധ്യമങ്ങൾ വെളിപ്പെടുത്തി. കേരളത്തിൽ നിന്നും ദുബായിലെത്തി 15 ദിവസം താമസിച്ച ശേഷം അവിടെ നിന്നും PCR ടെസ്റ്റ് എടുത്താണ് കുടുംബം സൗദിയിലേക്ക് യാത്ര ചെയ്തത്. കുവൈറ്റിലേക്ക് ഇതേ മാർഗത്തിലൂടെയാണ് പ്രവാസികൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തൊഴിൽ വിസയിലുള്ളവർക്കും ഇപ്പോൾ ഒമാനിലേക്ക് വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചു.
നിലവിൽ കാലാവധിയുള്ള റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഒമാനിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ ഈ സ്ഥിതി തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നവംബർ 1 മുതൽ ഉംറ 3ാം ഘട്ടം തുടങ്ങാനിരിക്കെ 6,50,000-ലധികം തീർത്ഥാടകർ പുതിയ ആപ്പ് വഴി ഇലക്ട്രോണിക് അനുമതി പത്രം നേടിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയ പ്രതിനിധികൾ അറിയിച്ചു. ഇതുവരെ 2.5 മില്യൺ വിശ്വാസികൾ ഇതർമര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതായും 1.2 മില്യൺ തീർത്ഥാടകർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായും അധികൃതർ വെളിപ്പെടുത്തി. 3ാം ഘട്ടത്തിൽ വിദേശത്ത് നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടെ ഒരു ദിവസം 20,000 തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കാനും 60,000 പേർക്ക് വിശുദ്ധ പള്ളിയിൽ പ്രാർത്ഥന നടത്താനും അനുമതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൗദിയിൽ ഇന്നു മുതൽ പുതിയ 20 റിയാൽ നോട്ട് പ്രാബല്യത്തിൽ വന്നതായി സൗദി സെൻട്രൽ ബാങ്ക് സമ അറിയിച്ചു. G20 ഉച്ചകോടിക്ക് ആതിഥ്യം അരുളുന്നതിന്റെ സ്മാരകമായിട്ടാണ് പുതിയ നോട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതിനൂതനമായ സാങ്കേതിക വിദ്യയും ഏറ്റവും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളിച്ച് പർപ്പിൾ നിറത്തിലാണ് പുതിയ നോട്ട് അച്ചടിച്ചിരിക്കുന്നത്. കോവിഡ് രോഗം മൂലമുള്ള അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക ഖത്തർ പൊതുജനാരോഗ്യ വിഭാഗം പുതുക്കി പ്രസിദ്ധീകരിച്ചു. ഇക്കുറിയും പട്ടികയിൽ ഇന്ത്യയുടെ പേരില്ല. നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത്. യാത്രാ നിബന്ധനകളിൽ ഖത്തർ ഇളവ് അനുവദിക്കുന്നതും ക്വാറന്റൈൻ നിയന്ത്രണങ്ങൾ തീരുമാനിക്കുന്നതും ഈ പട്ടിക അനുസരിച്ചാണ്. കുവൈറ്റിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ പ്രതിസന്ധി. കെട്ടിട നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില അനിയന്ത്രിതമായി കുതിച്ചു ഉയർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഇന്ത്യ, ഇറാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന വസ്തുക്കൾക്ക് ഉയർന്ന കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താൻ തുടങ്ങിയതോടെയാണ് വില നിയന്ത്രണാതീതമായി വർദ്ധിച്ചിരിക്കുന്നത്. കുവൈത്തി ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പുവരുത്താനാണ് ഇറക്കുമതിക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താൻ കുവൈറ്റ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ഈ മേഖലയിലെ ആയിരക്കണക്കിന് ജോലിക്കാരാകും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. ഒമാൻ സുൽത്താന്റെയോ രാജകുടുംബത്തിന്റെയോ ചിത്രങ്ങൾ, ഒമാൻ സുൽത്താനേറ്റിന്റെ എംബ്ലം തുടങ്ങിയവ ആലേഖനം ചെയ്ത ഏത് സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് വ്യാപാര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന് അധികൃതർ അറിയിച്ചു. രാജാവിന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് കമ്പനികൾക്ക് അനുവാദമില്ലെന്നും ആഭ്യന്തരമായി നിർമ്മിക്കുന്ന സാധന സാമഗ്രികളിൽ ഇവ ആലേഖനം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ സൊഹർ വിലായത്തിൽ നിരവധി കൃഷിയിടങ്ങളിൽ ഇന്ന് വ്യാപകമായ അഗ്നിബാധയുണ്ടായതായി ഒമാൻ സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തു. അൽ ബത്തീന നോർത്തിൽ നിന്ന് സിവിൽ ഡിഫൻസ് ആംബുലൻസ് ടീം സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ജീവഹാനിയോ മറ്റ് അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. സൗദി അറേബ്യ ലക്ഷ്യമിട്ട് ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി 2 ആക്രമണങ്ങൾ നടത്തിയതായി സഖ്യസേന വക്താവ് അറിയിച്ചു. സൗദിക്ക് നേരെ വിക്ഷേപിച്ച 2 സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഡ്രോണുകളും ആകാശത്ത് വെച്ച് തകർത്തതായി സേനാ വക്താവ് പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാന സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് വിവരങ്ങൾ. UAE-യിലെ ഇന്നത്തെ കാലാവസ്ഥ പരിശോധിക്കാം. സ്വർണ്ണവില വിനിമയ നിരക്കുകൾ അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് പ്രതിസന്ധി അതിജീവിക്കാൻ 50 കോടി ദിർഹത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ച ദുബായ്. ഉപഭോക്താക്കൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുമായി ദുബായ് RTA. ഷാർജയിൽ നടക്കുന്ന രാജ്യാന്തര പുസ്തകമേള സന്ദർശനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. UAE-യിൽ നിന്ന് 1359 പേർക്ക് കൂടി കോവിഡ്, 2 മരണം. കേരളത്തിൽ നിന്ന് 6843 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു, 26 മരണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7 അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.